ശ്രീരാമ ഭക്തമണ്ഡലി അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും കേരളത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ശ്രീരാമ ദീപപ്രയാണത്തിന് നീലേശ്വരത്ത് സ്വീകരണം നൽകി. തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്താണ് സ്വീകരണമൊരുക്കിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലെ ശ്രീകോവിൽ നിന്നും തെളിയിച്ച ശ്രീരാമദീപം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെ കടന്നാണ് കേരളത്തിലെ ഓരോ ജില്ലകളിലേക്കും എത്തുന്നത്. ജൂലൈ 1 ആരംഭിച്ച യാത്ര 3500ഓളം കിലോമീറ്റർ താണ്ടി ഓഗസ്റ്റ് 16 തിരുവനന്തപുരത്തെ ചെങ്കോട്ടുകോണം രാമദാസ ആശ്രമത്തിൽ സമാപിക്കും. ശ്രീരാമധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീരാമധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ശ്രീരാമദീപ പ്രയാണം നടത്തുന്നത്. ഇത്തവണത്തെ ഈ ഒരു യാത്ര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ലോക റെക്കോർഡിലേക്കാണ് പോകുന്നത്. കാരണം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഞങ്ങളെ വിളിച്ചു. ഇത്രയും ദിവസം, ഏതാണ്ട് 45 ദിവസത്തോളം അണയാതെ ഒരു ദീപം, ഏതാണ്ട് 6000ഓളം കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ഈ ഭാരതത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു അവാർഡ് തരാൻ ആഗ്രഹിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമാപനത്തിന് അവർ വരുന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടായി. ശ്രീരാമധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടെ ശ്രീരാമധർമ്മ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഈ രഥപ്രയാണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയ് ശ്രീരാം. കർക്കിടക മാസത്തിൽ കേരളത്തിൽ ഉടനീളം നടത്തുന്ന യാത്രയ്ക്ക് വെള്ളിയാഴ്ച നീലേശ്വരം തളിയിൽ ശ്രീ നീലകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്ത് സ്വീകരണം നൽകി. ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളും ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ നിന്നുമാണ് കേരളത്തിലെ യാത്ര കഴിഞ്ഞ ദിവസം പ്രയാണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.